ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് കുറച്ചധികം സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യമാണ് അവരുടെ കുറച്ച് സൈസ് കൂടിയ എസ് യു വിസ്, അതായത് ഫ്ലാഗ്ഷിപ്പ് എസ് യു വിസ് ആയ ഹാരിയറിലും സഫാരിലും മൾട്ടിപ്പിൾ പവർ ട്രെയിൻ ഓപ്ഷൻസ് കൊടുക്കുക എന്ന് പറയുന്നത്. മഹീന്ദ്രയ്ക്ക് ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഇഷ്ടംപോലെ എഞ്ചിൻ ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളത്. അതും പല പല സ്റ്റേറ്റ് ഓഫ് ട്യൂൺസിൽ അവരുടെ ഡീസൽ എഞ്ചിൻ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഒരു പെട്രോൾ എഞ്ചിനുണ്ട്. അത് മിക്ക വണ്ടികളും 200 bhp ട്യൂണിലാണ് അവർ കൊടുക്കുന്നത്. ഇനി താറിൻ്റെ നോർമൽ മോഡലാണെങ്കിൽ 150 bhp 3 ഡോറിലൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. എനിവേ ഇതെല്ലാം മഹീന്ദ്ര സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനകത്ത് എന്ത് മാറ്റം വേണമെങ്കിലും ആരോട് ചോദിക്കേണ്ടും വരുത്താം. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബേസ് മോഡൽ വേണമെങ്കിൽ പവർ കുറച്ച് കൊടുക്കുമോ, ടോപ്പ് മോഡൽ പവർ കൂട്ടി കൊടുക്കുമോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു കേസ്. പക്ഷേ ടാറ്റയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് എസ് യു വിസിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫിയറ്റിൽ നിന്ന് സോഴ്സ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സ്റ്റെല്ലാൻഡിസിൻ്റെ ഓണർഷിപ്പിലുള്ള 2 ലിറ്റർ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ സ്റ്റെല്ലാൻഡിസ് വഴി ഡീൽ ചെയ്താൽ മാത്രമേ അവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് അത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്, മാത്രമല്ല ഭയങ്കര സ്ലോ ആണ്. നമുക്കറിയാം സ്റ്റെല്ലാൻഡിസ് എന്ന് പറയുമ്പം സെട്രോനും അതുപോലെ ജീപ്പും ആണ് അവർക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള ബ്രാൻഡ്സ്. വണ്ടി ഇറക്കുന്നതിന് ഭയങ്കര സ്ലോ ആണ്. ജീപ്പൊക്കെ വണ്ടി ഇറക്കുന്നത് നിർത്തി, സെട്രോൻ പിന്നെ വണ്ടി ഇറക്കുന്നുണ്ടെങ്കിൽ അതും വിറ്റ് പോകുന്നില്ല. പിന്നെ എൻജിൻസിൻ്റെ കേസിലാണെങ്കിൽ അവരുടെ അപ്രൂവൽ കേസൊക്കെ ഭയങ്കര സ്ലോ ആണ്. അത് മാത്രമല്ല എൻജിനിൽ ചെറിയൊരു ട്വീക്ക് വരുത്തണമെങ്കിൽ തന്നെ ഏകദേശം 10 മില്യൺ യൂറോസ്, അതായത് ഏകദേശം ഒരു 97 കോടി രൂപയുടെ അടുത്താണ് എസ്റ്റിമേറ്റ് ഏകദേശം പറയുന്നത്. കറക്റ്റ് കണക്കല്ല, അതായത് എന്തൊക്കെയാണ് വ്യത്യാസം വരുത്തുന്നത് എന്നുള്ളതനുസരിച്ച് അതിൻ്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വലിയ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളാണ് വരുത്തുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു 500 കോടി ആ റേഞ്ച് വരെയൊക്കെ ചിലപ്പോൾ പ്രൈസ് പോയേക്കാം. അതുകൊണ്ട് ഉള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ ടാറ്റ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് സ്റ്റെല്ലാൻഡിസിനോട് ചോദിക്കേണ്ട, നമുക്ക് തന്നെ ആ എഞ്ചിൻ എടുത്ത് പണിയാം എന്നുള്ള രീതിയിൽ ടാറ്റ അതിൻ്റെ റൈറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. റൈറ്റ്സ് ഇൻ ദ സെൻസ് ഇതിൻ്റെ IPR, അതായത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഒക്കെ ഇപ്പോഴും സ്റ്റെല്ലാൻഡിസിന് ഉണ്ടല്ലോ തന്നെയാണ് ഇരിക്കുന്നത്. സ്റ്റെല്ലാൻഡിസിൻ്റെ കീഴിൽ നമ്മുടെ ഫിയറ്റിൻ്റെ ഓട്ടോ പ്രൈവറ്റ് ലിമിറ്റഡ്, അതായത് FIAPL, SABWAPL എന്നൊക്കെ പറയല്ലോ, അതുപോലെ FIAPL എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഫിയറ്റാണ് ബേസിക്കലി ഇത് ഓൺ ചെയ്യുന്നത് ഈ ഒരു ഡീസൽ എഞ്ചിൻ. പക്ഷേ ഇനി മുതൽ ഈ ഒരു എഞ്ചിൻ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം വരുത്താനോ എമിഷൻ നോംസ് കംപ്ലൈ ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുത്താനോ ഒക്കെ നമ്മുടെ ടാറ്റയ്ക്കും അധികാരമുണ്ട്. പക്ഷേ എഞ്ചിൻ്റെ ഒറിജിനൽ റൈറ്റ്സ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ IPR ഇരിക്കുന്ന ഇപ്പോഴും സ്റ്റെല്ലാൻഡിസിന് അണ്ടറിൽ തന്നെയാണ്. മാത്രമല്ല നമ്മുടെ ഫിയറ്റിൻ്റെയും അതുപോലെ ടാറ്റയുടെയും ജോയിൻറ്റ് വെഞ്ചറിലുള്ള രഞ്ജൻഗാവ് പ്ലാന്റിൽ തന്നെയായിരിക്കും ഈ എഞ്ചിൻ ഇനിയും പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇനി മുതൽ എന്തായാലും ടാറ്റ ഇവർക്ക് ഇതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഫണ്ടൊന്നും കൊടുക്കേണ്ടി വരില്ല. അതിൻ്റെ ഒരു എമൗണ്ട് അവർ കൊടുത്തിട്ടാണ് ഈ എഞ്ചിൻ വാങ്ങുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് എന്നാൽ പിന്നെ എഞ്ചിൻ വാങ്ങുന്നതിന് വരും അവർക്ക് പൈസ കൊടുത്ത് ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്തിയാൽ പോരെ എന്ന് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. അതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ BS7 എമിഷൻ നോംസ് അധികം വൈകാതെ തന്നെ വരും. ഈ ഒരു BS6.2 സ്റ്റേജിൽ നിൽക്കുന്ന എഞ്ചിൻ BS7 കൺവേർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ വ്യത്യാസങ്ങളുടെ ആവശ്യം വരും. പ്രത്യേകിച്ച് ഡീസൽ എഞ്ചിൻസ് BS7 ആകുമ്പോഴേക്കും ഒട്ടുമിക്ക എല്ലാം നിന്ന് പോകുമെന്നാണ് പറയുന്നത്. പിന്നെ മഹീന്ദ്ര എന്തായാലും 2.2 ഡീസൽ കണ്ടിന്യൂ ചെയ്യും, കാരണം അവരുടെ സ്വന്തം എഞ്ചിനാണ്, അവർക്ക് മാറ്റങ്ങൾ വരുത്താം. ഈ എഞ്ചിൻ ഫിയറ്റിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ ഫിയറ്റ് തന്നെ മാറ്റങ്ങൾ വരുത്തി, അതായത് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അവരുടേതായിട്ടുള്ള രീതിയിൽ പൈസ കൊടുത്ത് വരുത്താനാണെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. ഏകദേശം ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുന്ന പൈസ തന്നെയായിരിക്കും ഇവർക്ക് ഈ എഞ്ചിനിൽ വ്യത്യാസം വരുത്താൻ സ്റ്റെല്ലാൻഡിസിന് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ പിന്നെ ഈ എഞ്ചിൻ്റെ ലൈസൻസിങ് റൈറ്റ്സ് അങ്ങോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തന്നെ ചെയ്യാലോ എന്നുള്ള രീതിയിൽ കോസ്റ്റ് കുറവ് വരുന്നതുകൊണ്ടാണ് ടാറ്റ ഇപ്പോൾ ഈ ഒരു നീക്കത്തിലേക്ക് വന്നിരിക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം ഇപ്പോൾ ഹാരിയർ സഫാരിയൊക്കെ എടുക്കുകയാണെങ്കിൽ 170 bhp 350 Nm ടോർക്ക് എന്ന് പറയുന്ന ഒരൊറ്റ സ്റ്റേറ്റ് ഓഫ് ട്യൂണിൽ മാത്രമാണ് ഇത് കിട്ടുന്നത്. പണ്ട് ഹാരിയർ ഇറങ്ങിയ സമയത്ത് 140 bhp മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സഫാരിയിൽ 170 bhp കൊടുക്കാമെന്നൊക്കെ ആയിരുന്നു അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ അത് മാറിയതിൻ്റെ ഒരു റീസണും ഇതാണ്, അതായത് 2 സ്റ്റേറ്റ് ഓഫ് ട്യൂൺസിൽ വണ്ടി ഇറക്കണമെങ്കിൽ പിന്നെയും ടാറ്റ നമ്മുടെ സ്റ്റെല്ലാൻഡിസിനനുസരിച്ച് പൈസ കൊടുത്തുകൊണ്ടിരിക്കണം ട്യൂൺ മാറ്റാൻ. അപ്പോൾ പിന്നെ അത് വേണ്ട, ഒറ്റ ട്യൂൺ മതി. അതുകൊണ്ടാണ് ഹെക്ടറിലും ഹാരിയറിലും പിന്നെ നമ്മുടെ സഫാരി ഹെക്ടർ പ്ലസ് കോമ്പസ് എല്ലാത്തിലും ഒരൊറ്റ ട്യൂൺ മാത്രം വരുന്നത്. കോമ്പസിൽ 173 bhp ഉണ്ടെന്ന് തോന്നുന്നു, അത് ചെറിയൊരു വ്യത്യാസം, അത് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇനിയിപ്പോൾ ഈ എഞ്ചിൻ ടാറ്റ മോട്ടോഴ്സ് ലൈസൻസിങ് റൈറ്റ്സും അതുപോലെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയതുകൊണ്ട് തന്നെ ഇതിന് പവർ കൂടും എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം മഹീന്ദ്രയുടെ ഡീസൽ എഞ്ചിൻ എന്ന് പറയുമ്പോൾ 185 bhp വരെയാണ് നമ്മുടെ XUV700 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്കോർപ്പിയോനിൽ 175 bhp പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ ഇതിനേക്കാൾ കുറച്ചും കൂടെ മോഡേൺ എഞ്ചിനാണ്. ഇത് നമ്മുടെ പഴയ 1.3 മൾട്ടിജെറ്റ് പോലെ ഭയങ്കര റെവല്യൂഷണറി ആയിട്ടുള്ളൊരു എഞ്ചിനൊന്നും അല്ല. 2 ലിറ്റർ മൾട്ടിജെറ്റ് എന്ന് പറയുമ്പം അതിൻ്റേതായിട്ടുള്ള കാലപ്പഴക്കമുണ്ട്, നോയ്സ് ഉണ്ട്, വൈബ്രേഷൻ ഉണ്ട്, ഹാർഷ്നെസ് ഉണ്ട്, NVH ലെവൽസ്, അതായത് ബേസിക്കലി NVH ഇപ്പോഴത്തെ മോഡേൺ ഡീസൽസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് ഭയങ്കര ക്ലാറ്ററി ആയിട്ടുള്ളൊരു ഡീസൽ എഞ്ചിനാണ്. ആ ഒരു ഡീസൽ ക്ലാറ്റർ പണ്ട് 1.3 ഉണ്ടായിരുന്ന അതേ സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് ഏകദേശം ഇതിനകത്തും ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷേ 1.3 എന്ന് പറയുമ്പം അതങ്ങ് 2007-8 സമയത്ത് ഇവിടെ വന്ന കാലത്ത് ഭയങ്കര റെവല്യൂഷണറി ആയിട്ടുള്ളൊരു എഞ്ചിനായിരുന്നു. 16 വാൽവ്സ് ആയിരുന്നു, അതുപോലെ CRDI ആയിരുന്നു എന്നൊക്കെ പറയേണ്ട വളരെ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജിയിൽ നമ്മുടെ ഫിയറ്റിന് തന്നെ ആ സമയത്തെ ഏറ്റവും മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് വന്നിരുന്ന ഒരു ഡീസൽ എഞ്ചിനായിരുന്നു. ആകെ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 1248 cc
സി ആയിരുന്നുവെങ്കിലും പവർ 75 bhp ഉണ്ടായിരുന്നുവെങ്കിലും നല്ലൊരു മിഡ് റേഞ്ച് ഗ്രണ്ടും നല്ല മൈലേജും അങ്ങനെ മൊത്തത്തിൽ വളരെ നല്ലൊരു എഞ്ചിനായിരുന്നു. ഈ എഞ്ചിൻ പക്ഷേ അതിൻ്റെ തന്നെ സീരീസിൽ പെടുന്നൊരു എഞ്ചിനാണെങ്കിലും ഇപ്പോൾ കുറച്ച് കാലപ്പഴക്കം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മോഡേൺ ഡീസൽ എഞ്ചിൻസിൻ്റെ അത്ര ഒന്നും റിഫൈൻമെൻ്റ് ഒന്നും ഈ ഒരു എഞ്ചിൻ ഓഫർ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ടാറ്റയ്ക്ക് റിഫൈൻമെൻറ്റ് ട്വീക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം അതിന് കുറച്ചൊക്കെ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ കുറച്ച് എക്സ്പെർട്ടീസും വേണ്ടി വരുമായിരിക്കും. അതൊന്നും ചെയ്തില്ലെങ്കിലും പവർ തീർച്ചയായും അവർ ട്വീക്ക് ചെയ്യും. ഈ 170 bhp എന്നുള്ളത് 180 bhpയിലേക്ക് പോകും എന്ന് പറയുന്നുണ്ട് മഹീന്ദ്രയുടെ ഡീസൽ എഞ്ചിൻസുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യാനായിട്ട്. കാരണം ഇപ്പം സഫാരിയും ഹാരിയറും കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്ലോ ആണ്. പ്രത്യേകിച്ച് നമുക്ക് ഇന്നോവ ഹൈക്രോസ് ഉണ്ട്, അത് ഹൈബ്രിഡ് ആണ്, അതിനേക്കാളൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആണ്. XUV700 ഭയങ്കര ഫാസ്റ്റ് ആണ്. സോ കമ്പാരിസണിൽ ഇത് രണ്ടും ഭയങ്കര സ്ലോ ആയിട്ടാണ് നിൽക്കുന്നത്. 180 bhp ആക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അതിന് പുറമെ നമുക്ക് ഹാരിയറിലും സഫാരിയിലും കുറച്ചും കൂടെ ബേസിക് വേരിയൻസിൻ്റെ പ്രൈസ് കുറയ്ക്കാൻ എന്നുള്ള രീതിയിൽ നിന്നാണ് അവർ പറയുന്നത്. അതായത് നമുക്ക് 150 bhp പവർ വരുന്ന ലോവർ സ്റ്റേറ്റ് ഓഫ് ട്യൂൺസ് ഉള്ള വണ്ടിയും കിട്ടും എന്ന് പറയുന്നുണ്ട്. അതും പ്രൈസ് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ ഒരു നല്ല കാര്യമാണ്. ഇപ്പോൾ പൊതുവേ വണ്ടികളെല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണല്ലോ. എന്തായാലും ഇനി മുതൽ ബാക്കി കമ്പനികൾ ഇപ്പോൾ ഈ ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്ന ടാറ്റ മാത്രമല്ല, ഇത് സ്റ്റെല്ലാൻഡിസും ടാറ്റയും കൂടെ തന്നെ ആയിരിക്കും മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ജീപ്പിന് ഇതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ടാറ്റയുടെ വ്യത്യാസങ്ങളൊക്കെ ജീപ്പിനും ചിലപ്പോൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ വരുന്നത് എം ജിയുടെ കേസിലാണ്. എം ജി പിന്നെ എന്ത് ചെയ്യും എന്നുള്ളത് അറിയില്ല. കാരണം അവർ ഡയറക്റ്റ് സ്റ്റെല്ലാൻഡിസിൻ്റെ കോൺട്രാക്റ്റിലാണ് ഈ ഒരു എഞ്ചിൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ ദോ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡീസലാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ പോലും, അതിപ്പം സ്കോർപ്പിയോ ആയാലും XUV700 ആയാലും ഹാരിയർ സഫാരി പിന്നെ ഡീസൽ മാത്രമേ ഉള്ളല്ലോ. പക്ഷെ എന്നാൽ പോലും ഹെക്ടറിൽ ആൾക്കാർ അല്ലെങ്കിൽ ഈവൻ ഡീലർഷിപ്പിലെ ആൾക്കാരാണെങ്കിൽ പോലും പെട്രോളാണ് കൂടുതൽ പുഷ് ചെയ്യുന്നത്. പെട്രോൾ CVT ഓട്ടോമാറ്റിക് ഒക്കെയാണ് ഇപ്പോൾ വരുന്നത്. വണ്ടിക്ക് മൈലേജ് ഒന്നും ഇല്ല. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ കഷ്ടപ്പെട്ടാണ് ഓടിക്കുന്നത്. അതായത് മൈലേജിൻ്റെ കാര്യത്തിൽ. ഡീസൽ ആ കാര്യത്തിൽ നോക്കുമ്പോൾ ഭയങ്കര എഫിഷ്യൻ്റ് ആണ്. പിന്നെ MG അതിന് ഓട്ടോമാറ്റിക് ഒന്നും കൊടുത്തിട്ടില്ല ഡീസലിൽ ഇത്രയും കാലമായിട്ട്. അതുകൊണ്ട് തന്നെ 2026 പുതിയ ഹെക്ടർ വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒരു ഡീസൽ എഞ്ചിൻ തന്നെ ഉപേക്ഷിക്കും എന്നാണ് പറയുന്നത്. എനിവേ അത് ഇനിയിപ്പം നമ്മൾ കണ്ടറിയേണ്ട ഒരു കേസാണ്. MGക്കും ടാറ്റ വരുത്തുന്ന വ്യത്യാസങ്ങളൊക്കെ അവരുടെ ഡീസൽ എഞ്ചിനിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. എന്തായാലും ടാറ്റയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു മൂവാണ്. അവരുടെ ഈ ഒരു എക്സ്പെർട്ടീസ് അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ ഇനിയിപ്പം പുതിയ ഒരെണ്ണം ഉണ്ടാക്കി സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുക മഹീന്ദ്രയെ പോലെ എന്ന് അതിന് പകരമായിട്ട് ഫിയറ്റിൻ്റെ എഞ്ചിൻ തന്നെ അവരെടുത്ത് വാങ്ങി എന്നുള്ള കാര്യം നല്ലതാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തുമ്പം നല്ല രീതിയിൽ വരുത്തുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. പ്രൈസ് കുറയ്ക്കുന്ന രീതിയിൽ പവർ ഡീറ്റ്യൂൺ ചെയ്യാം. അതുപോലെ ടോപ്പൻസിലേക്ക് കുറച്ചുകൊണ്ട് പവർ കൂട്ടി കോമ്പറ്റീഷനുമായിട്ടൊക്കെ നല്ല ടൈപ്പ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇതിൽ താഴെ കമൻസ് ആയിട്ട് പറയുക. അതുപോലെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വണ്ടിക്ക് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു for watching my video and goodbye.